ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ എത്രാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അറിയുമോ? 17ാം രാവിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ചിങ്ങനെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ എനിക്ക് കാവലിനായിട്ട് ജൂലിയും പിങ്കിയും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് കൂട്ടിന് എൻ്റെ കൂടെ നടക്കുകയാണ് കേട്ടോ. ഞാൻ കിച്ചണിലോട്ട് പോകുമ്പോൾ എല്ലാം എൻ്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു, അതും ചൂടാക്കി മക്കൾക്കെല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു. പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവരെ വിളിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നിടമെല്ലാം ജൂലിയും പിങ്കി എൻ്റെ കൂടെ വരുവാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നോക്കി എന്നെ നോട്ടം ഇട്ട് വരികയാണ്. അങ്ങനെ 3 പേരെയും വിളിച്ചുകൊണ്ട് വന്ന് ഒരു വിധം അക്കൂട്ടനെ കൊണ്ടുവന്ന് അവിടെ ടേബിളിൻ്റെ പുറത്ത് ഇരുത്തിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ ഉണർന്നിരുന്ന് കഴിച്ചിട്ട് പിന്നെ സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ദിക്റും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം സുബഹി നിസ്കരിച്ചിട്ട് ഞാൻ അക്കൂട്ടൻ്റെ മടിയിൽ കുറച്ച് നേരം കിടക്കുകയാണ് കേട്ടോ. അക്കൂട്ടൻ എന്നെ തടകി തരുകയാണ്. പിന്നെ ഞാൻ ഈവനിങ്ങിലെയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ സ്നാക്സൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വന്ന് കയറുകയാണ്. അക്കു ഇന്ന് സ്കൂളിൽ പോയില്ല കേട്ടോ. അക്കൂട്ടനെ നോമ്പ് പിടിക്കുന്ന ദിവസം എല്ലാം വയറുവേദന കേട്ടോ. ഒന്നും കഴിക്കത്തില്ല. അത് കാരണം അവന് ഭയങ്കര ക്ഷീണമാണ്. അമ്മൂനെയും കിച്ചുവിനെയും പോലെയല്ല, ഭയങ്കര ക്ഷീണമാണ്. ഇന്ന് പോയിട്ടില്ല സ്കൂളിൽ. അപ്പോൾ ജൂലി ഇവിടെ കിടപ്പുണ്ട്, അവൻ അപ്പുറത്തെ സെറ്റിയെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലും കീ ഉണ്ട്, അവൻ്റെ കയ്യിലും കീ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ വീട്ടിലിരുത്തിയിട്ടാണ് ഞാൻ ഷോപ്പിൽ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ വയറുവേദനയൊക്കെ മാറിയില്ലേ, വെളിയിൽ പോയി എനിക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് തരാമെന്ന് ചോദിച്ചു. അങ്ങനെ വാങ്ങിച്ചോണ്ട് തരാൻ വേണ്ടി പോകും. അപ്പോൾ ഞാൻ കുക്കറി എന്ത് വെച്ചേക്കുന്നതെന്നായിരിക്കും, ചോറാട്ടോ. പിന്നെ മക്കളെ ഇത്ര ദിവസമായിട്ട് ചോറ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്തുനിന്ന് ചോറ് കൊടുക്കാം, പാലൊക്കെ തിളപ്പിക്കാൻ വെച്ച്. അപ്പോൾ കാബജ്ജി വേണമെന്ന് പറഞ്ഞത് കാരണം കാബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും വന്ന് അക്കു സാധനമായിട്ട് വന്ന് ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനാണെങ്കിൽ കാബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം ഒന്ന് മസാല എല്ലാം കലക്കി വെച്ചേക്കും. അപ്പോൾ കുറച്ച് തോരനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചോറല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനുവേണ്ടി തോരനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാം അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഞാനോർത്ത് പെട്ടെന്ന് തന്നെ കാബജ്ജി ഉണ്ടാക്കി എടുക്കാം. 10-15 ദിവസമായില്ലേ, 16 ദിവസമായില്ലേ മക്കൾ ചോറൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞാനോർത്ത് ഇന്ന് കുറച്ച് ചോറുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാബജ്ജിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് അടിക്കുന്നത്, ഇവിടെ അടുപ്പൊന്നുമില്ലല്ലോ, കുക്കറിലാണ്. പിന്നെ കാബജ്ജി അവിടെ ഇട്ടേക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ പരിപാടികൾ നടക്കും കേട്ടോ. തോരൻ അരിയാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുകയാണ്. ഓരോ പരിപാടി നടക്കുന്നുണ്ട്, എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ തോരനൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ അടുപ്പിലോട്ട് വെച്ചു. ഓരോ നാട്ടിൽ എന്താ ഉപ്പേരി എന്നൊക്കെ അല്ലേ പറയുന്നത്, ഇവിടെ ഞങ്ങൾ പറയുന്നത് തോരൻ എന്നാണ് കേട്ടോ. അങ്ങനെ പയറുതോരനാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ ഒന്ന് ഊറ്റിയിട്ടു. കുറച്ച് ചോറ് മതി, ഒരുപാടൊന്നും വേണ്ടല്ലോ. അത് കാരണം കുറച്ച് ചോറേ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ, വേസ്റ്റൊക്കെ കളയണ്ടല്ലോ. പിന്നെ ഞാൻ അതിന് ശേഷം കൊഞ്ചുതീയലാണ് വെക്കുന്നത് കേട്ടോ. മുരിങ്ങയ്ക്കായും അതുപോലെ തന്നെ കിഴങ്ങൊക്കെ ഇട്ട് തേങ്ങ വറുത്തരച്ച് കൊഞ്ചുതീയൽ വെക്കത്തില്ലേ, അപ്പോൾ അതുകൂടെ വെക്കുകയാണ്. അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് നിന്ന് കിഴങ്ങൊക്കെ പറക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ആകെ അവർ കഴിക്കുന്നത് കിഴങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം പിന്നെ അമ്മു വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ട്. അപ്പോൾ അമ്മുവിനെ വിളിക്കാൻ വേണ്ടി ജൂലിയും അക്കും കൂടെ ഇറങ്ങിപ്പോയതാണ്. അമ്മുവിന് കയറാൻ വയ്യ. അതിന് അക്കു ബാഗ് എടുത്തുകൊണ്ട് വന്ന് കയറ്റി വേണം. അമ്മുവിനാണെങ്കിൽ ഭയങ്കര ടയേർഡ് കയറി വരാൻ. അങ്ങനെ പിന്നെ വാട്ടർമെലനൊക്കെ എടുത്ത് വെച്ച് ഇന്നലത്തെ പോലത്തെ ജ്യൂസ് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞത് കാണാം. അതിനായിട്ട് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു. സ്നാക്സൊക്കെ ഞാൻ എടുത്ത് കാബജിയും സമൂസയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇന്ന് കേക്കും ഉണ്ടായിരുന്നു, അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. മഞ്ഞുമല കാണാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ മതി, ഞങ്ങളുടെ ഫ്രീസറിലോട്ട് വന്നാൽ മതി കേട്ടോ. മഞ്ഞുമലയാണേ, ഐസ് വാരി എടുത്ത്. അതിനുശേഷം ഞാൻ ഇവരെല്ലാം നോമ്പ് തുറക്കാൻ വിളിക്കാൻ പോകും. ഫാദി ഒന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. ഫാദിക്ക് ക്ഷീണം വന്നുകൊണ്ട് ഫാദിയും അക്കുൻ്റെയും അമ്മുൻ്റെയും കിച്ചുവിൻ്റെയും കൂടെ കയറി കട്ടിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാവരെയും വന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് ഇരുത്തി. എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് വന്ന്. എന്നിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു ദുആ ചെയ്തിട്ട് നോമ്പ് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും ദുആ ചെയ്തിട്ട് നോമ്പൊക്കെ തുറക്കുവാണ്. അതിനുശേഷം പിന്നെ എല്ലാവർക്കും ക്ഷീണമാണ്. നോമ്പ് തുറന്നു കഴിയുമ്പോൾ എല്ലാവരും പോയി കിടക്കും. അക്കു പഠിക്കാനാണെന്ന് ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. പിങ്കിയുമായിട്ട് കളിക്കുകയാണ്. ഞാൻ വേറെ 2 പേരെ കാണിച്ചു തരാം. അവർ മൊബൈലിൽ കളിയാണ്, ഫാദിയും കിച്ചുവും. 2 പേരുടെ ഇവിടെ മാറി കിടപ്പുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു ചോറൊക്കെ എടുത്ത് തരാൻ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കൾക്ക് ചോറെല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു. അതുപോലെ തന്നെ കൊഞ്ചുതീയലും എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. പിന്നെ പയറുതോരനാണ് കേട്ടോ. പയറുതോരനും എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ അക്കുനും അമ്മൂനും മോരുകറിയാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ കേട്ടോ. അങ്ങനെ അവർക്ക് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോരുകറി എടുത്തുകൊണ്ട് ടേബിളിൻ്റെ പുറത്ത് വെച്ചു. പിന്നെ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സൈസ് അച്ചാറൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ട, അവർക്ക് വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം എടുത്ത് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് എല്ലാവരും മാഷാ അല്ലാ, ഒരുപാട് ദിവസമല്ല ചോറ് കഴിച്ചിട്ട്. അതുകൊണ്ട് ഇന്ന് എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ ഞാനും ഇവരുടെ കൂടെ കഴിച്ചു കേട്ടോ. കുറേ ദിവസമല്ലേ ഞാനും കഴിച്ചിട്ട്. അങ്ങനെ ഞാനും കഴിച്ചു. അങ്ങനെ ഫാദി പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു.
ഫാദി പോവുകയാണ് ബായി ഒക്കെ പറഞ്ഞ്. അതിനുശേഷം ഞാൻ അമ്മൂനോടും അക്കുനോടും കിച്ചുനോടും പഠിക്കാൻ പറഞ്ഞു. കാരണം എന്താ അറിയോ, ഇവർക്ക് എക്സാമാണ്, കിച്ചുവിന് എക്സാമാണ്. അമ്മൂന് എക്സാം അക്കുനും തുടങ്ങിയിട്ടില്ല. 3 പേരെ 3 സ്ഥലത്ത് കൊണ്ടിരുത്തി. കാരണം ഭയങ്കര സംസാരമാണ് 3 പേരോട് ഒരുമിച്ചിരുന്ന് പഠിക്കുക. അത് കാരണം ഞാൻ 3 പേരോടും പറഞ്ഞു 3 സ്ഥലത്തിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അമ്മൂനെ കൊണ്ടുവന്ന് ഇവിടെയും വെച്ചു. അങ്ങനെ അതിനുശേഷം കിച്ചു അക്കു അടുത്തടുത്തിരിക്കുന്ന കാരണം ഭയങ്കര സംസാരം. കിച്ചു അക്കുനെ കൊണ്ട് ഞാൻ റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തിയതാണ് പഠിപ്പിക്കാൻ. ആ കിച്ചു അവിടെയും ഡിസ്റ്റർബായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തതാണ്. ഇനി കിച്ചു ബെഡ്ഷീറ്റ് വെച്ച് മുഖം പൊത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അമ്മു ആണ് ഈ ത്രാവി നിസ്കരിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അമ്മു ഒരുങ്ങി റെഡിയായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു, അക്കുനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പറഞ്ഞു കൊടുക്കാം 3 പേരെ 3 സ്ഥലത്തിരുത്തി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിച്ചും ത്രാവി നിസ്കരിക്കാൻ പോവാണ്. കിച്ചു എന്നെ കളിയാക്കി ഡാൻസൊക്കെ കളിച്ച് വരികയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിനായിട്ട് കളിയാക്കി ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കും. ഇവരെന്തെല്ലാം പറഞ്ഞു ഇതെല്ലാം നീ കാണിക്കുന്നതല്ല, ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അക്കുട്ടനും അസ്സലാമു അലൈക്കൊക്കെ പറഞ്ഞ് പള്ളിയിലോട്ട് പോവുകയാണ്. അവർ പോയതിന് ശേഷം ഞാൻ നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ അക്കുട്ടൻ വന്ന് ബെല്ലടിക്കുന്നു. അപ്പോൾ എനിക്ക് 2 ഗ്ലാസ് ചായയും കൊണ്ട് വന്നിട്ടുണ്ട്. 1 ഗ്ലാസ് ചായ എനിക്കും 1 ഗ്ലാസ് ചായ അക്കുട്ടനുമാണ്. അമ്മൂനെയും കിച്ചുവിനെ ഇന്ന് കണ്ടിട്ടില്ല കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ ജൂലിയും പിങ്കും അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ. അക്കുവിൻ്റെ പുറകെ ദേ അമ്മുവും വന്നിട്ടുണ്ട് കേട്ടോ. അമ്മു എനിക്ക് 1 ഗ്ലാസ് ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് കൊണ്ടുവന്നേ, അക്കുവും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പറഞ്ഞു. അത് ഞാൻ ഉമ്മയ്ക്ക് കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.